നമ്മള് മലയാളികൾ അല്ലേ, നമ്മളെ വീട്ടിലൊക്കെ പോയിട്ട് അപ്പനും അമ്മേനൊന്നും കെട്ടിപ്പിടിച്ച് ഐ ലവ് യു അപ്പ എന്നൊന്നും പറയില്ലല്ലോ. ഫോമോ ഉണ്ടായിരുന്ന കാര്യം ഇവരുടെ കൂടെ ഇരുന്നിട്ട് തിയേറ്ററിൽ ഇരുന്നിട്ട് ഇത് ആസ്വദിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ഓൾറെഡി കുറെ ദിവസം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു, നമ്മൾ പ്രൊമോഷൻസ് ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടാണ്. ആ ഒരു ഹാപ്പി നോട്ടിൽ പോയ കാരണം കൊണ്ട് ആ ഫോം ഒരു ഇച്ചിരി കുറഞ്ഞു കിട്ടി. പക്ഷെ എന്നാലും ഞാൻ അവിടെ ഉള്ള സമയത്തും ഞാൻ വിളിച്ച് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. റിലീസിന്റെ അന്ന് തന്നെ ഞാൻ ആ സമയത്ത് ഞാനും ഭാര്യയും മക്കളും കൂടിയിട്ട് വിയന്നയിൽ ഒരു തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത്. അതും നല്ലൊരു പാക്ഡ് തിയേറ്റർ ആയിരുന്നു, മുഴുവൻ മലയാളികൾ തന്നെയായിരുന്നു അവിടെ. അപ്പോൾ അവിടെയും ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ആ ഒരു ഇവിടെ നിന്ന് കിട്ടാത്ത ആ ഒരു സ്നേഹവും അപ്രിസിയേഷനും അവിടെ നിന്ന് കിട്ടി. അതിൽ വലിയ സന്തോഷം. അതല്ലാതെ കുറെ പേര് മെസ്സേജ് അയച്ചും വിളിച്ചും ഒക്കെ അപ്രിഷിയേറ്റ് ചെയ്തു. ചേട്ടനൊക്കെ പറയണ്ടായിരുന്നു, സാധാരണ പടങ്ങൾ കണ്ടിട്ട് വിളിക്കാത്ത ആൾക്കാരൊക്കെ ഈ പടം കണ്ടിട്ട് വിളിച്ചിട്ട് ഞാൻ നന്നായിട്ടുണ്ടെന്നൊക്കെ ചേട്ടനോട് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അത് സിനിമ ഇത് ഇത്തിരി റിസ്കി പരിപാടിയാണ് എന്നുള്ളത് നമ്മൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നതിന് മുമ്പേ അറിയാം. ഇവരിത് പറഞ്ഞപ്പോ തന്നെ എനിക്കുണ്ടായിരുന്ന കൺസേൺസ് ഭാഷയും ആദ്യം ഇത് പറയുന്നത് ബേസിലാണ്. ബേസിൽ പറഞ്ഞത് കൊണ്ടാണോ എന്ന് എനിക്ക് ബേസിൽ പറഞ്ഞതുകൊണ്ട് മാത്രമാവണമെന്നില്ല. പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ക്യാരക്ടറാണ്. എനിക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ ചെയ്തിട്ടില്ലാത്ത പോലത്തെ ഒരു ക്യാരക്ടർ എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാൻ ശ്രമിക്കാനുള്ള ഒരു സാധ്യത, അങ്ങനെയുള്ള കാരണം കൊണ്ടാണ് ഞാനിത് കമ്മിറ്റ് ചെയ്തത്. പിന്നെ ബേസിൽ ഓപ്പോസിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്, ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. രണ്ടുപേർക്കും ദോഷം വരുന്നൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനുള്ള യാതൊരു സാധ്യതയില്ല. അത് ബേസിലോട് എനിക്ക് അതേ ഉള്ള വിശ്വാസം പോലെ തന്നെ ഇവരോടും ഉണ്ട്. എനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് പൈസയേക്കാളും അത് നന്നായി ചെയ്തു എന്ന ആളുകൾ പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് ഈ സിനിമയിൽ കുറച്ചധികം കിട്ടിയിട്ടുണ്ട്. ചേട്ടന്റെ ഇൻട്രോ വന്നപ്പോൾ പുള്ളി എഴുന്നേറ്റ് നിന്നായിരുന്നു കൈയടിച്ചത്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ദി പവർ ഓഫ് യുവർ ഫ്രണ്ട്ഷിപ്പ്. അത് ഫാൻ ബോയ് ആണ്. അല്ല ഇത് നമ്മൾ ഈ തമാശയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ കുറച്ച് നാളായിട്ട് അറിയാവുന്നതും നന്നായിട്ട് അറിയാവുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു സ്നേഹവും ഇഷ്ടമൊക്കെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പൊ നമ്മള് സ്നേഹമാണെങ്കിലും അത് നമ്മൾ ഒരിക്കലും അങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്തൊന്നും വരില്ല. എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് അത് നമ്മൾ പൊതുവേ മലയാളികൾ അല്ലേ, നമ്മളെ വീട്ടിലൊക്കെ പോയിട്ട് അപ്പനും അമ്മേനൊന്നും കെട്ടിപ്പിടിച്ച് ഐ ലവ് യു അപ്പ എന്നൊന്നും പറയില്ലല്ലോ. നമുക്കത് ഉള്ളിലുണ്ടാവും, എന്തോ ഭയങ്കര സ്നേഹം ഉള്ളിലുണ്ടാവും. ആരോടാണെങ്കിലും നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് അത്രയ്ക്കും എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരല്ല നമ്മൾ എന്നുള്ളതാണ്. ഞാനിപ്പോ എന്റെ ചേട്ടനായിട്ടാണെങ്കിലും ഞാൻ ഭയങ്കര ക്ലോസ് ആണ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും അങ്ങനെ ഒരു ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് എന്താ പറയാ ഒരു എന്നെ ഇങ്ങനെ എപ്പോഴെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി എന്നൊന്നും പറയില്ലല്ലോ. അതല്ലാതെയുള്ള ജസ്റ്റേഴ്സിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ അങ്ങനെ നമ്മൾ വാക്കാൽ അങ്ങനെയുള്ള പറയുന്നത് വളരെ കുറവാണ്. അപ്പൊ അതേപോലെ ഒരു എക്സ്പ്രഷനാണ്. ഞാനില്ലാത്തപ്പോ എനിക്ക് വേണ്ടി കൈയടിച്ചു, ഞാൻ ഉള്ളപ്പോ കൈയടിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. എനിക്ക് അങ്ങനെ തന്നെ പറയാനല്ല, പക്ഷെ ഞാൻ കണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ഈ ഒരു അപ്പൊ എന്തുകൊണ്ട് ആ സമയത്ത് കുട്ടി കൈയടിച്ചില്ല? ഞാൻ കൈയടിച്ചോണ്ട് നിന്നപ്പോഴാണ് ബേസിലേട്ടൻ കൈയടിക്കുന്നത് കണ്ടത്. ഓക്കെ, അങ്ങനെ. പക്ഷെ ആദ്യം തന്നെ ബേസിലേട്ടൻ ഈ മൂവി കഴിഞ്ഞ് വിളിച്ചപ്പോ ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്താ? ഓർമ്മയില്ലാതെ പറയാൻ അല്ല, ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ബേസിലേട്ടൻ ഫസ്റ്റ് ഈ മൂവി കണ്ടു കഴിഞ്ഞിട്ട് തിയേറ്റർ റെസ്പോൺസ് കണ്ടു കഴിഞ്ഞിട്ട് ടോയ്ച്ചേട്ടനെ എല്ലാരും കൂടെ വിളിച്ചല്ലേ ഫസ്റ്റ് പറഞ്ഞത് എന്താന്ന് ഓർമ്മയില്ല. ഹലോ, ഓക്കെ ഫൈൻ, താങ്ക്സ്.